എന്നെ മാറില്ല. ഇതൊരു പുതിയ ഡ്രൈവറാണ് കേട്ടോ വണ്ടി ഓട്ടണത്. ഹലോ, അപ്പം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞങ്ങളുടെ വീട്ടിൽ ദീപാവലി ആഘോഷത്തിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. രാവിലെ തന്നെ ഞാനും കുട്ടിയും ഹസ്ബൻഡും കൂടി റെഡിയൊക്കെ ആയി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ ദീപാവലി സെലിബ്രേഷൻ നമ്മൾ ഇന്ന് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ആഘോഷിക്കാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വീടെത്തിയിട്ടുണ്ട്. വീടെത്തിയതും ആൾക്ക് ഭയങ്കര നാണമായിരുന്നു. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടതിൻ്റെ ഇതാണ് കേട്ടോ. വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഫോൺ എടുത്തതും അവനിങ്ങനെ നാണിച്ച് താഴെ ഇങ്ങനെ തല കുമിച്ച് നിൽക്കുകയാണെ. വിളിച്ചിട്ട് നോക്കുന്നേ ഇല്ല കേട്ടോ മേലെ. നോക്ക് എന്തായി ശൂലെന്തായി. പുറത്താണെങ്കിൽ ഒടുക്കത്തെ വെയിലായിരുന്നു. ഈ ഒരു ഡ്രസ്സും കൂടി ഇട്ടിട്ട് നിൽക്കാനായിട്ട് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അനീൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കുറച്ച് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പോയതായിരുന്നു. അപ്പോഴാകുമ്പോൾ എല്ലാവരും ഇടയിൽ കയറി വരികയാണ്. അവസാനം അവനും കടയിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോയിട്ടോ. പിന്നെ വീട്ടിനുള്ളിലേക്ക് കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അമ്മ അതാ പരിപാടി എല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പം അമ്മൻ്റെ കൂടെ ഞാൻ എന്തായാലും ജോയിൻ ചെയ്തിട്ടുണ്ട്. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പൊതിനയും മല്ലിയും നേരാക്കാനായിട്ട് ഇരുന്നാണ് കേട്ടോ. അപ്പോൾ ആൾ ഇടയിൽ കയറി വന്നിട്ട് അവൻ്റെ വക കുറച്ച് ഹെൽപ്പിംഗ് ആയിരുന്നു. അവനാണെങ്കിൽ കറുകാപ്പില വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതെ എല്ലാം പിച്ച് അവിടെ ഇട്ടിട്ട് എല്ലാം ഇതാക്കായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചു ബിരിയാണി ഉണ്ടാക്കാൻ. അപ്പോൾ ആദ്യം അമ്മ കുറച്ച് ചിക്കൻ കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനെന്തായാലും ഇനി ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ടേ എനിക്ക് ബിരിയാണി വെക്കാൻ പറ്റുള്ളൂ. ബിരിയാണി വെക്കാനായിട്ടൊരു 3 കിലോളം അരിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 4 കിലോ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ 1 കിലോളം ഇതിൽ ബിരിയാണിയിലിട്ടിട്ട് ബാലൻസ് വരുന്നത് ചിക്കൻ്റെ കറി വെക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്തായാലും എല്ലാം കഴുകിയെല്ലാം വൃത്തിയാക്കി. അമ്മ എന്തായാലും ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ എത്തുമ്പോഴേക്കും പകുതി മുക്കാലും എല്ലാ പരിപാടിയും എല്ലാ മസാല ഐറ്റംസ് എല്ലാം അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സംഭവം എനിക്കവിടെ വന്നിട്ട് അധികം പണിയൊന്നും ഇല്ല കേട്ടോ. അവിടെ ഇരുന്നിട്ട് എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ബിരിയാണി മാത്രം ഉണ്ടാക്കിയാൽ മതി. വേറെ ഒരു പണി ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത് തന്നെ അമ്മായിയും ചിക്കൻ കറിയും അതേപോലെ തന്നെ ബിരിയാണി വെക്കാനുള്ള തിരക്കിലാണ്. അപ്പം ഞാൻ എന്തായാലും അവിടത്തെയും കൂടി കുറച്ച് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ അനിയനെ കൊണ്ട് അതൊക്കെ ഒന്ന് തുറന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനെല്ലാം തുറന്ന് കാണിക്കുകയാണ്. ഇപ്പോൾ ചിക്കൻ കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്യാമറ ഹാൻഡിൽ ചെയ്യാനായിട്ട് അച്ഛനെ ഏൽപ്പിച്ചിട്ട് ഞാൻ എന്തായാലും അമ്മൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പണിക്കായിട്ട്. അമ്മ ഉള്ളിലെന്തോ പണി ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കനൊക്കെ ഇങ്ങനെ ഇളക്കി ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിക്കനൊക്കെ ഇവിടെ നിന്ന് വെന്തിട്ട് വേണം കേട്ടോ ബിരിയാണി സെറ്റാക്കാനായിട്ട്. വെങ്കായം പോടും எல்லாம் போடணுமா? அங்கே കറക്റ്റായിട്ട് ആ ഒരു ചൂട് മുഖത്തിന് തന്നെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ കണ്ണ് പകുതി അടച്ചു പിടിച്ചിട്ടാണ് ഫുള്ള് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ലോണം പുറത്ത് ഹീറ്റുണ്ട്, അടുപ്പിൻ്റെ ചൂടും പിന്നെ ഒന്നും പറയണ്ട കേട്ടോ. അങ്ങനെ ഉള്ളിലവിടെ നിന്ന് വേവായിരുന്നു. ഞാനാണെങ്കിൽ കുറച്ച് നേരം അമ്മ ഇളക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മൻ്റെ കയ്യിൽ കൊടുത്തിട്ട് കുറച്ചൊന്ന് മാറി നിന്നു. കൊഞ്ചം തക്കാളിയില്ലേ, തക്കാളി ഒന്ന് വണങ്ങി വന്ന് ചിക്കൻ ഇട് വരുമോ എടുത്തുകൂട് അടിച്ചു കയ്യോടെ വായിച്ചോടി ഇതൊക്കെ ഇളകം ചെല്ലുന്നുണ്ടെന്ന് മഞ്ചപ്പൊടി മല്ലിപ്പൊടി നാടൻ ഉപ്പെടുക്കാം.
ബിരിയാണി വെക്കാനായിട്ട് ചിക്കനൊക്കെ അതിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ട് മസാല. അമ്മയാണെങ്കിൽ അടുത്ത് നിന്നിട്ട് കുറച്ചും കൂടി മുളക് പൊടിയിട്, കുറച്ചും കൂടി മുളകിട് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനാണെങ്കിൽ കുട്ടി കഴിക്കില്ല എരിവാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അമ്മൻ്റെ സമാധാനത്തിന് ഇടയിൽ നിന്നൊരു സ്പൂൺ മുളക് പൊടി കാളിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. തണ്ണി ഊത്തുമ്പോൾ പോട്ടുக்கலாம் മതി. മകണേ അങ്ങനെ ചിക്കനിൽ കുറച്ച് തൈരൊക്കെ ഒഴിച്ച് ഇങ്ങനെ മിക്സ് ആക്കാൻ കേട്ടോ. നേരെ വണ്ണം ഈ ഒരു അടുപ്പിൽ ഇങ്ങനെ അടിയിൽ ചൂടൊന്നും കിട്ടണില്ല പാത്രത്തിന്. ഒരു ഭാഗത്തിൽ മാത്രം ഇങ്ങനെ ചൂട് കിട്ടുകയാണ്. അതുകൊണ്ട് ആ ഒരു സൈഡ് മാത്രം ചെറുതായിട്ടൊരു കരിഞ്ഞ പോലെ ഇങ്ങനെ ആവുന്നുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും ചൂടും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. പിന്നെ കുറച്ച് നേരം അച്ഛൻ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ, എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ട്. അമ്മ ഇവിടെ ചിക്കൻ കറിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് ബിരിയാണി വെക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 5 കിലോ ആണ് വെക്കണത്. അരിസി മുട്ടച്ച അടച്ചു ചെയ്യുമോ? അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി ദമ്മൊക്കെ വെച്ച് സെറ്റാക്കി പിന്നെ ഒരു അരമണിക്കൂർ അതിൻ്റെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ മാറില്ല, வெளியே ரோட்டுக்கு மனம் போகுது, நமக்கு தான் மனம் தெரியாது. ബിരിയാണി എന്തായാലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അടിക്കൊന്നും പിടിച്ചില്ല, കറക്റ്റായിട്ട് വേവുണ്ട്, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടോ. അങ്ങനെ വീട്ടിനുള്ളിലൊക്കെ കൊണ്ടുപോയി വെച്ചു. അമ്മയും വലിയമ്മയൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ കുട്ടിക്ക് ഊട്ടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ചിങ്ങനെ പ്ലേറ്റിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല, ഒറ്റയ്ക്ക് കഴിക്കാനുള്ള പരിപാടിയിൽ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പ്ലേറ്റിലിട്ടിട്ട് ആറട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് അധികം തന്നെ ഇട്ടു കേട്ടോ, അവനും കൂടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. ഇല വലിച്ച അവസാനം ആരും വലിച്ചത്. അങ്ങനെ ഞാൻ കഴിക്കാനായിട്ട് പോയിട്ട് ഇരുന്ന സമയത്ത് കറക്റ്റായിട്ട് പുറത്ത് പോയിട്ടിരുന്ന എല്ലാവരും തിരിച്ചു വന്നു കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ ഒന്നിച്ചിട്ടിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞാൽ താഴെ പായൊക്കെ വിരിച്ചിട്ട് അങ്ങനെ എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ ഒന്ന് വിളമ്പി വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി താഴെ ഇരുന്ന് ഒന്നിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും ബിരിയാണിയും ചിക്കനും പിന്നെ പച്ചടി, തൈര് പച്ചടിയും കൂടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ വേറെ ഒന്നും അങ്ങനെ എക്സ്ട്രാ ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ. കീഴക്കടി പറ്റാതാ എനക്കേ ജലദോഷം തിരുമുളക്ക്. എൻ്റെ കുട്ടിയാണെങ്കിൽ എല്ലാവരും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവനൊക്കെ ഒറ്റയ്ക്ക് കഴിക്കണം എന്ന് പറഞ്ഞാൽ അവനൊരു പ്ലേറ്റ് ഇട്ടിട്ട് അങ്ങനെ അവനൊറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചിക്കനൊക്കെ പിച്ച് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഉച്ചയ്ക്ക് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും പോയി ഫുള്ള് റെസ്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈവനിങ് ഒരു ചെറിയ പരിപാടിയുണ്ട്. ഈവനിങ് ആയപ്പോൾ നമ്മൾ സിനിമയ്ക്കൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ഏത് സിനിമയ്ക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് കൺഫ്യൂഷനാണ്. കുറച്ച് ആൾക്കാർ ബൈസന് പോകാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ ഡ്യൂഡിന് പോകാമെന്ന് പറഞ്ഞിട്ട് അവസാനം ഞങ്ങളിങ്ങനെ അവിടെ എത്തുന്നവരെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. ഏതിൽ പോകുന്നു ഞങ്ങൾ ഉറപ്പിച്ചിട്ട് ഉണ്ടായിരുന്നില്ല. കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് ശരി അവിടെ പോയി ഇനി തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ കാർ എടുത്തിട്ട് പിന്നെ സിനിമ തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയതമയിലാണ് കേട്ടോ. നമ്മളെന്തായാലും ഇനി അവിടെ പോയിട്ട് ഏത് സിനിമയ്ക്ക് പോകാമെന്ന് തീരുമാനിക്കാൻ പറഞ്ഞിട്ട്. ഇന്നൊരു പുതിയ ഡ്രൈവറാണ് കേട്ടോ വണ്ടി ഓട്ടണത്. അവനെ വോളണ്ടിയർ ആവുന്ന വീഡിയോ എടുക്കണം. ഇല്ലാട്ടെ വീഡിയോ എടുക്കുമ്പോൾ മനസ്സിൽ ഹാപ്പി മൂഡില് ആര് ഡാൻസ് കളിച്ച് നമുക്ക് അങ്ങനെ കണ്ടു മട്ടുന്ന
இடுங்கிட்டு உட்காந்துருக்கோம். ഇതില് vlog-ആ മുഖ്യം. അങ്ങനെ കുറച്ച് നേരം ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഒരു കാര്യം തീരുമാനം എടുത്തു കേട്ടോ. ഏത് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഡ്യൂഡ് കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ടാണ് തീരുമാനം എടുത്തത്. വേറൊന്നുമല്ല, അവനിത് 3ാമത്തെ പ്രാവശ്യമാണ് ഈ ഡ്യൂഡ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമാണ് കേട്ടോ അവന്. അപ്പോൾ എന്തായാലും നമ്മൾ സിനിമയ്ക്ക് ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറാനായിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദീപാവലി വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇതോടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് തിരിച്ച് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ ലൈക്കും ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ ശരി, പിന്നെ കാണാം. ബൈ.